നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം ഒരാൾ യേശുവിനോട് ചോദിച്ചു, എന്റെ അയൽക്കാരൻ ആരാണ്? ഒരു നിയമം നൽകുന്നതിനു പകരം. യേശു ഒരു കഥ പറഞ്ഞു. ഒരാളെ തല്ലുകയും വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. ഒരു പുരോഹിതൻ നടന്നു പോകുകയും ചെയ്തു. ഒരു ലേവ്യൻ നടന്നു പോകുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഒരു ശമര്യക്കാരൻ നിന്നു. അവൻ സഹായിച്ചു. അവൻ ശ്രദ്ധിച്ചു. അവൻ പണം നൽകി. അത് സൗകര്യപ്രദമായ കരുണയല്ല. അത് യഥാർത്ഥ കരുണയാണ്, പിന്തുടരേണ്ട കരുണ. ഇന്ത്യ ഏഷ്യാ കപ്പ് നേടിയ ശേഷം ഒരു പാകിസ്ഥാൻ മന്ത്രിയിൽ നിന്ന് ടീം ട്രോഫി സ്വീകരിക്കാൻ വിസമ്മതിച്ചു. ചിലർ അത് അഭിമാനമാണെന്ന് പറഞ്ഞു. മറ്റുള്ളവർ അതിന് കായികക്ഷമത ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ സത്യം ഇതാ: പ്രതികാരാംഗ്യങ്ങൾ സമാധാനം കെട്ടിപ്പടുക്കുന്നില്ല. വിനയമില്ലാത്ത വിജയത്തിന് മുറിവുകൾ ഉണക്കാൻ കഴിയില്ല. നീ ആരുടെ പക്ഷത്താണ് എന്ന് ശമര്യക്കാരൻ ചോദിച്ചില്ല. അവൻ വേദന മാത്രം കണ്ടു, മറുപടി നൽകി. യഥാർത്ഥ വിജയം ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. നമ്മൾ ശത്രുതയെ മനുഷ്യത്വത്തോടെ മറികടക്കുമ്പോൾ. അതുകൊണ്ട് ഇന്ന് ഒരാളുടെ സമരിയാക്കാരനാകൂ. നിർത്തൂ. സഹായിക്കൂ. സേവിക്കൂ. ഒരാളുടെ ഭാരം ലഘൂകരിക്കൂ. കാരണം നിങ്ങൾ നിർത്തി അവനെ സഹായിച്ചു. പോകൂ, അതുപോലെ ചെയ്യുക.